ഹായ്. SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന ഏതൊരു ഗ്രാജുവേറ്റിനും എഴുതാൻ പറ്റുന്ന എക്സാമാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ വരുന്ന ഏപ്രിലായിരിക്കും വരാൻ പോകുന്നത്. അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ജൂൺ ജൂലൈ മന്തിലാണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അണ്ടറിലുള്ള ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ SSCയുടെ CGL എക്സാം വഴി കണ്ടക്ട് ചെയ്യുന്നത്. ഒരുപാട് ഡ്രീം ജോബ് കൂടിയാണ് CBI, NIA, അതുപോലെ കസ്റ്റംസ് ഓഫീസർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോസ്റ്റുകൾ. ഈ ഒരു പോസ്റ്റുകളെല്ലാം തന്നെ വരുന്നത് നമ്മുടെ ഈ SSC CGLന്റെ അണ്ടറിലൂടെയാണ്. ഒരുപാട് പേര് ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ് നമ്മൾ ഇവിടം തൊട്ട് ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 2024 തൊട്ട് ഇപ്പോൾ ഒരു 5-6 മാസം മുമ്പ് നമുക്ക് നടന്ന നമ്മുടെ ആ ഒരു ലാസ്റ്റ് സെപ്റ്റംബറിൽ നടന്ന നമ്മുടെ SSCയുടെ CGLന്റെ 2024 എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇപ്പം റീസെന്റ് SSC നമ്മുടെ SBIയുടെ ക്ലർക്കിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ നടന്ന സമയത്ത് CGLന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു CGLന്റെ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത്. അതുപോലെ നമ്മൾ ചെറിയ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോളിൽ നമ്മൾ SBI, PO, അതേപോലെ തന്നെ NTPC, ഗ്രൂപ്പ് ഡി, CGL ഇതൊക്കെയാണ് നമ്മൾ പോളിൽ കൊടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മോർ ദാൻ ഹാഫ് ഓഫ് ദി ആൾക്കാരും അതിൽ റെസ്പോണ്ട് ചെയ്ത റെസ്പോണ്ട് ചെയ്ത CGLന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടിയാണ് റെസ്പോണ്ട് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തൊട്ട് SSC CGLന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് കൂടാതെ തന്നെ നമ്മൾ NTPCയുടെ ക്വസ്റ്റ്യൻസും കുറേ പേര് അതിൽ സെക്കൻഡ് NTPC ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ NTPCയുടെ ക്വസ്റ്റ്യൻസിന്റെയും ഡിസ്കഷൻസ് നമ്മൾ ഈ വീക്ക് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ രണ്ടും പാരലായിട്ട് തന്നെ കൊണ്ടുപോകും. ബട്ട് കൂടുതലും നമ്മൾ CGL ഫോക്കസ് ചെയ്ത് തന്നെ ആയിരിക്കും പോകുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് പേരും ഇപ്പം CGL എഴുതാൻ പോകുന്ന ഒരു NTPC എഴുതുന്നുണ്ട്. അതുകൊണ്ട് രണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് നമ്മൾ റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേന് ടോപ്പിക് വൈസ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളവർക്ക് വരെയും അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇത് കൂടാതെ നമ്മൾ ഈ ഒരു ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഓരോ ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ ചെന്നിട്ട് അവിടുന്ന് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിന്റെയും പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ചിലപ്പം ബാങ്കിന്റെ ക്വസ്റ്റ്യൻസ്, SSC ക്വസ്റ്റ്യൻസ്, റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. പക്ഷേ നിങ്ങൾക്കത് മൊത്തത്തിൽ പ്രാക്ടീസ് ചെയ്യാം. ബിക്കോസ് നിങ്ങൾക്കറിയാം അവിടെ സിലബസിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. ഈവൻ കോമൺ ടോപ്പിക്സിലൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങൾ കോമൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഏതിൻ്റെയാണ് എന്ന് നോക്കാതെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇത് കൂടെ നമ്മൾ CGLന്റെ ക്വസ്റ്റ്യൻസ് ഫുള്ള് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2024 കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ, പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ 2023ലെയും 22ലെ കൂടി ക്വസ്റ്റ്യൻസ് നമ്മൾ മാത്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ട്രൈ ചെയ്തു. കൂടാതെ തന്നെ 2022, 23ലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ബാക്കിയുള്ളതോ അല്ലെങ്കിൽ പുതുതായിട്ട് ആദ്യം തൊട്ട് നമ്മൾ ഫുള്ള് ടോപ്പിക് വൈസ് ഡിസ്കഷൻ നമ്മളിവിടെ കൊണ്ടുപോകുന്നതായിരിക്കും. ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമേ 2024 ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് കറക്റ്റായിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്. സോ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക. പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. അപ്പം അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോസ് വരുമ്പോൾ തന്നെ അവിടെ ചെയ്തതിന് ശേഷം അവിടെ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ആ ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പം ഇൻ കേസ് മിസ്സായാലും നിങ്ങൾക്ക് അവിടെ ആ ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് അവിടെ കാണും. നിങ്ങൾക്ക് അവിടുന്ന് അത് നോക്കി നിങ്ങൾക്ക് അവിടുന്ന് എടുത്തും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ ഐ ഹോപ്പ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നോട്ട് ഇവിടുന്ന് SSC CGL എക്സാംസിൻ്റെ 2025 നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയുള്ള ക്വസ്റ്റിൻ്റെ പ്രാക്ടീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. വരുന്ന ഈ ഒരു ജൂൺ ജൂലൈ നടക്കാൻ പോകുന്ന CGL നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒട്ടും തന്നെ സമയം കളയാതെ. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആൻഡ് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ സ്ട്രോങ് ആക്കി എടുക്കേണ്ട 2 ടോപ്പിക് ഉണ്ട്, പെർസെൻറ്റേജും റേഷ്യോയും. നമ്മൾ ഇതായിരിക്കും ആദ്യമേ നോക്കുന്നത്. അതിനുശേഷം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ ടോപ്പിക്സ് ഇൻക്ലൂഡിങ് അഡ്വാൻസ് മാത്സിൻ്റെ ടോപ്പിക്സ് എടുക്കുക എല്ലാം നമ്മൾ ഇവിടെ ഡെയിലി കവർ ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിന് വേണ്ടിയുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പെർസെൻറ്റേജിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ പെർസെൻറ്റേജിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. നിങ്ങൾക്കറിയാം നമ്മൾ അതിന് മുമ്പുള്ള സെഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ്, എലക്ഷൻ ബേസ്ഡ്, എക്സാമിനേഷൻ ബേസ്ഡും അല്ലെ കൺസപ്ഷൻ, എക്സ്പെൻഡിച്ചർ, പ്രൈസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ബാക്കിയുള്ളതൊക്കെ ഒരു മിസ്ലേനിയസ് ആംഗിളിൽ നമുക്ക് നോക്കാൻ പറ്റും. ഇനി SSCയുടെ CGLന്റെ ലാസ്റ്റ് ഇയർ എക്സാം എടുക്കുകയാണെങ്കിൽ അവിടെ മൊത്തം 30 ക്വസ്റ്റൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. മൊത്തം നമ്മുടെ ഒരു അറൌണ്ട് 40 അടുത്തോളം ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക്
ഇത്രയും ഷിഫ്റ്റിന്റെ അകത്ത് നമുക്ക് ചോദിച്ചിരുന്നത് മൊത്തം പെർസെൻറ്റേജിന്റെ ക്വസ്റ്റൻസ് ഏകദേശം 30ഓളം ക്വസ്റ്റൻസ് ആണ് നമുക്ക് ചോദിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു 30 ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ആദ്യം പെർസെൻറ്റേജിന്റെ പല പാർട്സ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ അത് എത്രത്തോളം കവർ ആയെന്നുള്ളത് നിങ്ങൾക്ക് ആ ക്വസ്റ്റിന്റെ നമ്പേഴ്സിൽ നിന്ന് മനസ്സിലാകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നമ്പേഴ്സിന് അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 30ൽ 1 ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ 30 വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിൽ നമ്മൾ അത്രയും ക്വസ്റ്റൻസ് എത്രയാണോ ചോദിച്ചുള്ളൂ അത്രയും ക്വസ്റ്റൻ. അപ്പോൾ നിങ്ങൾ ക്ലിയർ ഐഡിയയും കിട്ടും എത്ര ക്വസ്റ്റൻ ആണ് എക്സാമിൽ ചോദിച്ചിരുന്നത്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് ചോദിച്ച ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ, ഏറ്റവും കുറവ് ചോദിച്ച ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ എന്നുള്ളത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും ഇനി എത്ര ക്വസ്റ്റൻസ് ബാക്കിയുണ്ടെന്നും ഇതിന്റെ അടുത്ത പാർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അതും ഹെൽപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുന്നത് നമ്മൾ എങ്ങനെ ക്വസ്റ്റൻസിനെ വളരെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യും. യൂഷ്വൽ കൺവെൻഷണൽ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാ ബുക്സിലും കിട്ടും. ആ കൺവെൻഷണൽ മെത്തേഡ്സ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് വളരെ പെട്ടെന്ന് ഇവിടുന്ന് ആൻസേഴ്സ് എങ്ങനെ എടുക്കാം, ഏറ്റവും ഷോർട്ടായിട്ട് ഏറ്റവും കുറച്ച് എഴുതിക്കൊണ്ടൊക്കെ എങ്ങനെ ആൻസേഴ്സ് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളും ഇവിടെ പറയുന്നതിനേക്കാളും കുറച്ച് നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. ബിക്കോസ് ഇവിടെ നമ്മൾ ആൻസേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് തന്നെ നമ്മൾ ഇവിടെ കുറച്ചെങ്കിലും എഴുതുവാണെങ്കിലും ഇവിടെ എഴുതുന്നതിനേക്കാളും കുറവായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ്ലി ക്വസ്റ്റൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റൻ നമ്മുടെ മുമ്പിലുണ്ട്. Ram's income is 2.5% more than Shyam's income. By what percentage is Shyam's income less than Ram's income? അപ്പോൾ നമുക്ക് ഇവിടെ 2 പേരാണുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, റാമും ഉണ്ട് അതുപോലെ തന്നെ ഷ്യാമും ഉണ്ട്. ഇപ്പോൾ റാമും ഷ്യാമിന്റെ ഇൻകത്തിനെ കുറിച്ചാണ് അവിടെ ഡിസ്കഷൻ നടക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും റാംസ് ഇൻകം ഈസ് 2.5% മോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെയാണ് മോർ? റാമിന്റെ ആണ് മോർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ വെച്ച് കമ്പയർ ചെയ്യുന്നത്? ഷ്യാമിനെ വെച്ച്. ദാൻ ഷ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേസ് ആരായിരിക്കും? ഷ്യാം ആയിരിക്കും ബേസ്. അങ്ങനെയാണെങ്കിൽ ഷ്യാമിന് നമ്മൾ 100 കൊടുക്കുകയാണെങ്കിൽ റാം 2.5% കൂടുതലാണെങ്കിൽ റാമിന്റെ എത്ര ആയിരിക്കും? 102.5% ആയിരിക്കും. നമ്മൾ ആ പറയുന്ന വാല്യൂ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ചോദിക്കുന്നത് റാമിന്റെ ഈ ഒരു സാലറി നമ്മുടെ ഷ്യാമിനേക്കാളും നമ്മുടെ ഇവർ രണ്ടുപേരുടെയും സാലറിയുടെ ആ ഡിഫറൻസ് റാമിനേക്കാളും എത്ര കുറവാണ് ഷ്യാമിന്റെ സാലറി എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. ലൈക്ക് ഒരു കമ്പാരിസൺ, മോർ ഓർ ലെസിന്റെ ഒരു കമ്പാരിസൺ, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാം. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 2.5. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് നമുക്ക് ഈ 2.5 എന്നുള്ള ഡിഫറൻസിനെ കമ്പയർ ചെയ്യാനാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ 2.5 ആരെ വെച്ച് കമ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ദാൻ റാം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇവിടെ ദാൻ ഷ്യാമും ഉണ്ട് ദാൻ റാമും ഉണ്ട്, രണ്ടുകൂടി കൺഫ്യൂസ് ആവില്ല. ഫസ്റ്റ് ലൈനിൽ ഷ്യാമിനെ ബേസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റിന്റെ അവസാനത്തെ ലൈനിൽ ആൻസർ ചോദിക്കുമ്പോൾ ആരാണ് ബേസ്? റാം ആണ് ബേസ്. അങ്ങനെയാണെങ്കിൽ റാമിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എത്ര? 102.5 അല്ലേ? സോ 102.5 ആൻഡ് പെർസെൻറ്റേജ് ആണ്ട് നമുക്ക് ഇൻറ്റു 100 കൂടി വരും. ഇനി ഇതിന്റെ ആൻസർ എടുക്കാൻ നമ്മൾ ഇത് ഫുള്ള് കട്ട് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിക്കുക, താഴെ 100 ആയിരുന്നെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? 2.5 ആൻസർ വരത്തില്ലേ? താഴെ പക്ഷെ 100നേക്കാളും ഒരു ചെറിയ ഇൻക്രീസ് അല്ലേ വന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 2.5 എന്നുള്ള വാല്യൂയിൽ എന്ത് വരും? ചെറിയ ഡിക്രീസ് വരും. താഴെ ചെറുതായിട്ടൊന്ന് കൂടുമ്പോൾ താഴെ 100 ആയിരുന്നെങ്കിൽ നമുക്ക് 2.5 ആൻസർ ആയിട്ട് വന്നേനെ. പക്ഷെ ഇപ്പൊ താഴെ 100 അല്ല, 100നേക്കാളും ഒരു ഇച്ചിരി കൂടുതലുണ്ട്, ഒരുപാടൊന്നും അല്ല, 2.5 മാത്രമേ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂമറേറ്റർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആൻസർ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ കൂടുമ്പോൾ ആൻസർ കുറയും. അങ്ങനെയാണെങ്കിൽ 2.5ന്റെ അടുത്ത് വരുന്ന എന്നാൽ 2.5യുടെ താഴെ വരുന്ന ഒരു വാല്യൂ ആയിരിക്കും ആൻസർ. ഓപ്ഷനിൽ നോക്കിക്കേ, 1.4 എന്തായാലും വരത്തില്ല, അത്രയും ചെറുതായിരിക്കത്തില്ല. 4.4 എന്നൊക്കെ പറഞ്ഞാൽ കൂടിപ്പോവും, 3.43 എന്ന് പറഞ്ഞാലും കൂടിപ്പോവും. പിന്നെ ഓരോ ഓപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 2.43 കൊടുത്തിരിക്കുന്നത്, 2.5ന്റെ വളരെ അടുത്തുമാണ്. നമ്മുടെ ആൻസർ എന്ത് വരും? 2.43 എന്ന് വരും. സോ നിങ്ങൾ ഓപ്ഷൻസ് കൂടി യൂസ് ചെയ്യുക ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ആൻസർ എടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ വളരെ ഷോർട്ട് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ആൻസേഴ്സ് എടുക്കാൻ വേണ്ടി. അടുത്ത ക്വസ്റ്റിനെ നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, the ratio of the expenditure to savings of a woman is 4:1. If her income and expenditure are increased by 20% and 10% respectively, then find the percentage change in their സേവിങ്സ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. ഈ ഒരു ഇൻകം എക്സ്പെൻഡിച്ചർ ഒക്കെ പറഞ്ഞിട്ട് അതിൽ ഇൻക്രീസ് വരുന്നതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എടുക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് എടുക്കാൻ നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ ഓർത്ത് നോക്കാം. എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് പ്ലസ് 1 ഇൻറ്റു ഇൻകത്തിൽ വന്ന ഇൻക്രീസ് മൈനസ് അതേ എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് ഇൻറ്റു നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസ് ഈക്വൽ ടു സേവിങ്സിൽ വന്ന ഇൻക്രീസിന്റെ പെർസെൻറ്റേജ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ CGL നോക്കിയാലും അതിന് മുമ്പത്തെ വർഷം 2023 CGL നോക്കിയാലും ഈ ഒരു കണ്ടീഷൻ വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 നമുക്ക് ഇവിടുന്ന് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5 തൊട്ട് 6 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്രത്തോളം അതിൽ കൂടുതലുണ്ടായത് 2023 ഈ ഫോർമുല വെച്ച് ആൻസർ എടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഒരുപാട് പേരും ഈ ഫോർമുല യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ച് കൺവെൻഷനലി ആണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് മറന്നു പോലെ ഈ ഒരു ഷോർട്ട് കട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റിന് തന്നെ എത്ര പെട്ടെന്ന് ആൻസർ വരും നമുക്ക് ചുമ്മാ നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ദ റേഷ്യോ ഓഫ് ദ എക്സ്പെൻഡിച്ചർ ടു സേവിങ്സ്. അപ്പോൾ എക്സ്പെൻഡിച്ചറും ആ സേവിങ്സിന്റെ റേഷ്യോ അവർ തന്നെ തന്നിട്ടുണ്ട് 4:1. അങ്ങനെ ഈ എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സിന് അവിടെ നമുക്ക് 4/1 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 എഴുതേണ്ട ആവശ്യമില്ല, 4 മാത്രം എഴുതിയാൽ മതി. അപ്പോൾ 4 + 1
ഇൻറ്റു ഇൻകത്തിൽ വന്ന ഇൻക്രീസ് എത്ര 20% അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 20 എന്ന് കൊടുക്കുക. പെർസെൻറ്റേജ് ഒന്നും വേണ്ട. മൈനസ് അഗെയിൻ എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് എത്രയാണ്? 4 ആണ്. ഇൻറ്റു എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസ് എത്രയാണ്? 10 ആണ്. അങ്ങനെയാണെങ്കിൽ അഗെയിൻ പെർസെൻറ്റേജ് ഒന്നും എഴുതണ്ട, ജസ്റ്റ് ആ വാല്യൂ മാത്രം എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 5 ഇൻറ്റു 20 100, 4 ഇൻറ്റു 10 40, 100ൽ നിന്ന് 40 കുറച്ച് നമുക്ക് എത്ര വരും? 60 വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സേവിങ്സിൽ വന്ന ആ ഇൻക്രീസിന്റെ പെർസെൻറ്റേജ് അവിടെ ചോദിക്കുന്നത് സേവിങ്സിൽ വന്ന ചേഞ്ച് ആണ് ചോദിക്കുന്നത്. അപ്പോൾ സേവിങ്സിൽ വന്ന ഇൻക്രീസിന്റെ പെർസെൻറ്റേജിന്റെ ആൻസർ എത്ര വരും? നമുക്ക് ഓപ്ഷൻ സി 60 എന്ന ആൻസർ വരും. നോക്കി എത്ര പെട്ടെന്ന് ആൻസർ വന്നതെന്ന്. അപ്പം നോക്കി ഈ ഒറ്റ സിംഗിൾ സ്റ്റെപ്പേ ഉള്ളൂ ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ഷോർട്ട് കട്ട് അറിയാവുന്നവർക്ക് അത് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും, അറിയാത്തവർക്ക് അത് കുറച്ചധികം ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ ഒരു ഷോർട്ട് കട്ട് മറന്നുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ എക്സാമിൽ ഒരു 30 ക്വസ്റ്റിൽ ഒരു 5 തൊട്ട് 6 ക്വസ്റ്റിനോ ഇത് ബേസ് ചെയ്ത് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത നിങ്ങൾക്കറിയാം ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ. നമുക്ക് എക്സാമിൽ ഒരുപാട് ചോദിക്കുന്ന ഒരു ടൈപ്പാണ് ഇലക്ഷൻ ബേസ്ഡ്. ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ ടു കാൻഡിഡേറ്റ്സ്, ദ വൺ ഹു ഗെറ്റ്സ് 88% ഓഫ് ദി വോട്ട്സ് ഈസ് എലക്ടഡ് ബൈ എ മെജോറിറ്റി ഓഫ് 684 വോട്ട്സ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഒരു ഇലക്ഷൻ്റെ അകത്ത് 2 കാൻഡിഡേറ്റ് ഉണ്ട്. അതിൽ ജയിച്ച ആൾ ലെറ്റ്സ് എ വിന്നറിന് അവിടെ കിട്ടിയത് 88% വോട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിന്നറിന് 88% ആണ് കിട്ടിയെങ്കിൽ ലൂസറിന് കിട്ടിയത് എത്ര ആയിരിക്കും? ബാക്കിയുള്ള 12% വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ഇനി അവിടെ പറയുന്നത് ഓഫ് ദി വോട്ട്സ് ആൻഡ് ഈ സെലക്ടഡ് ബൈ എ മെജോറിറ്റി ഓഫ് 684 വോട്ട്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര മെജോറിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവർ തമ്മിൽ ആ വോട്ടിന്റെ വ്യത്യാസം അതാണ് മെജോറിറ്റി. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 76% ആണത്. ആൻഡ് ആ മെജോറിറ്റി ആണ് എത്രയും തന്നേക്കുന്നത്? നിങ്ങൾക്ക് 684 വോട്ട്സ് എന്ന് തന്നേക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 760 ഇത് കുറവാണ് എന്ന് പറഞ്ഞാൽ 10 ടൈംസ് ഇല്ല. ഇനി 9 ടൈംസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ 9 6 54 അല്ലേ വരുന്നത്. അപ്പോൾ ലാസ്റ്റിൽ 4 വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ 9 ടൈംസ് ആയിരിക്കും. അത് 760 അടുത്ത്, എന്നാൽ അതിനേക്കാളും കുറവാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് 9 ടൈംസ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ്? മൊത്തം വോട്ട്സ് പോൾഡ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ പോൾഡ് വോട്ട്സ് ആർ വാലിഡ്. എല്ലാ വാലിഡ് വോട്ട് മാത്രമേ ഉള്ളൂ എന്ന് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 100% ആയിരിക്കും. നമ്മൾ ആ 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ മതി ആൻസർ കിട്ടാൻ. അങ്ങനെയാണെങ്കിൽ 100 ഇൻറ്റു അതേ 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 900 വോട്ട്സ് എന്ന് വരും. സോ ആൻസർ 900 വോട്ട്സ്. ഓക്കെ, വളരെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എടുക്കാൻ പറ്റുന്നുണ്ട്. 900 വോട്ട്സ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതേപോലത്തെ നമ്മുടെ ഈ ഒരു ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ലാസ്റ്റ് സീജലിലും അതിന് മുമ്പുള്ള സീജലിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പുള്ള സീജൽ 2023 6 ക്വസ്റ്റൻ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ 2024 അതിൽ കൂടുതൽ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 6നേക്കാളും കൂടുതൽ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഈ ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വട്ടത്തെ സീജറിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്നത്. ഓക്കെ, പക്ഷെ അതിന് മുമ്പുള്ള വർഷം ഇൻകം എക്സ്പെൻഡിച്ചറിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്നത്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ വീണ്ടും നമ്മുടെ അതേ ഒരു ഇൻകം എക്സ്പെൻഡിച്ചർ തന്നെ, പക്ഷേ കുറച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ആൻ എംപ്ലോയീസ് ഇൻകം ഈസ് 72,000, ദ എമൗണ്ട് ഹി സ്പെൻഡ് ഈസ് 40% ഹയർ ദാൻ ഹിസ് സേവിങ്സ്, ദെയർഫോർ ഹിസ് സേവിങ്സ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരാളുടെ സാലറി 72,000 ആവും. ഇനി ആൾ സ്പെൻഡ് ചെയ്യുന്നതും സേവിങ്സോടെ നോക്കിക്കഴിഞ്ഞാൽ ആളുടെ സ്പെൻഡ് ചെയ്യുന്ന 40% കൂടുതലാണ് സേവിങ്സിനേക്കാളും എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ എക്സ്പെൻഡിച്ചറും സേവിങ്സും തമ്മിൽ ഒരു റേഷ്യോ എടുക്കുകയാണെങ്കിൽ സേവിങ്സിനേക്കാളും എന്ന് പറഞ്ഞപ്പോൾ സേവിങ്സ് ബേസ് ആയിരിക്കും. അപ്പോൾ സേവിങ്സിനേക്കാളും 40% കൂടുതലാണെങ്കിൽ എക്സ്പെൻഡിച്ചർ എത്ര ആയിരിക്കും? 140 ആയിരിക്കും. സേവിങ്സ് 100 ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ 140 കൂടുതൽ. ഇനി നമ്മൾ ഇവിടുന്ന് ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് റേഷ്യോ ആക്കി എടുക്കുകയാണെങ്കിൽ 7:5 നമുക്ക് റേഷ്യോ വരും. 0 ക്യാൻസൽ ആവും. 14 10 ഹാഫ് 7:5. ഇനി ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്കറിയാം എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഇൻകം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ താഴെ കിട്ടിയ ആ 7ഉം 5 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് വരും? 12 എന്ന് വരും. അതായിരിക്കണം നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. ആൻഡ് അത് എത്രയും തന്നിട്ടുണ്ട്. നമുക്ക് 72,000 റുപ്പീസിന് തന്നിട്ടുണ്ട്. ചോദിച്ചേക്കുന്നത് എന്താണ്? സേവിങ്സ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ സേവിങ്സ് എന്ന് പറയുമ്പോഴത്തേന് അതിന്റെ കറസ്പോണ്ടിങ് റേഷ്യോ എത്ര? 5 അല്ലേ? നമ്മൾ ആ 5 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അത് ആൻസർ കിട്ടാൻ വേണ്ടി അങ്ങനെ നമുക്കറിയാം 12 ഇൻറ്റു 6 ആണ് 72. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 6 ചെയ്ത് നമുക്ക് എത്ര വരും? 30 എന്ന് വരും. സോ 30,000 ആണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് പെർസെൻറ്റേജ് കമ്പാരിസൺ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ അഗൈൻ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സിന്റെ ക്വസ്റ്റൻ ആയിരുന്നു അത്. സോ ഓപ്ഷൻ എ 30,000 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. സുരേഷ് എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ് ആർ ഇൻ ദ റേഷ്യോ 3:1. നമുക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ, പക്ഷെ അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ടുണ്ട്. വേറെ പേരുകളും വേറെ നമ്പേഴ്സും വെച്ച്. അപ്പൊ ഞാൻ അതാ പറഞ്ഞ ഇതേ സെയിം ക്വസ്റ്റ്യൻ പലതവണ ഒരു 6 കൂടുതൽ തവണ ഏകദേശം 5-6 തവണയെങ്കിലും റിപ്പീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് റേഷ്യോ 3:1.
ഹിസ് ഇൻകം ഇൻക്രീസ്ഡ് ബൈ 25%. ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും, സേവിങ്സ് തന്നിട്ടുണ്ട്. ചോദിക്കുന്ന എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റിൽ എന്തായിരുന്നു, സേവിങ്സിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരുന്നത്, ഇൻക്രീസിന്റെ പെർസെൻറ്റേജ്. യൂഷ്വലി എപ്പോഴും അതാ ചോദിക്കുന്നത്, പക്ഷേ ഇവിടെ ഇപ്പം എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയ നേരത്തെ ഉള്ള അതേ ഫോർമുലയിൽ നമുക്ക് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ ഫോർമുല ഒന്നുകൂടി എഴുതാം, നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ. എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് ഇൻറ്റു 1, അതിൽ നമ്മുടെ ഇൻകത്തിൽ വന്ന ഇൻക്രീസ് മൈനസ് അതേ എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് ഇൻറ്റു നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസ്, ഇതാണ് ഇപ്പം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഈക്വൽ ടു സേവിങ്സിൽ വന്ന ഇൻക്രീസിന്റെ പെർസെൻറ്റേജ്. ഇനി വാല്യൂസ് എല്ലാം കൂടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ 3:1 എന്ന് പറയുമ്പോൾ വെറും 3 എന്ന് എടുത്താൽ മതി. പ്ലസ് 1 ഇൻറ്റു നമ്മുടെ ഇൻകത്തിൽ വന്ന ഇൻക്രീസ് 25 മൈനസ് എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 എന്ന് എടുത്താൽ മതി. ഇനി നമുക്ക് എക്സ്പെൻഡിച്ചർ അറിയത്തില്ല, കണ്ടുപിടിക്കാൻ നമുക്ക് തൽക്കാലം അതിനെ എന്ന് തന്നെ എഴുതാം. ഈക്വൽ ടു സേവിങ്സിൽ വന്ന ഇൻക്രീസ് 20. സോ നമുക്ക് അതിന് 20 എന്ന് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇനി വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാം. 4 × 25, 4 × 25 നമുക്ക് 100 വരും. ഇനി നമുക്ക് ആ 20 ഇപ്പുറത്ത് വന്നാൽ -20 ആവും. 100 നമ്മൾ 20 കുറച്ച് എത്ര വരും, 80 എന്ന് വരും. സോ 80 ഈക്വൽ ടു നമുക്ക് 3 ടൈംസ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസ് കണ്ടുപിടിക്കാൻ വേണ്ടി, ആ ഇൻക്രീസിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ 80 ബൈ നമ്മുടെ 380യുടെ താഴേക്ക്, സോ 80/3. സോ 80/3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും, 80ൻ്റെ അകത്ത് നമ്മുടെ 3 എത്ര വട്ടം പോകും, ഓൾമോസ്റ്റ് 2 ആൻഡ് 20 എന്ന് പറയുമ്പം നമുക്കത് 6, 26, പിന്നെ റിമൈൻഡർ 2/3. സോ 26 2/3% എന്ന് നമ്മുടെ ആൻസർ വരും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി 26 2/3. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇത് കാണാൻ പറ്റും, നമ്മൾ അതേ നേരത്തെ ഉപയോഗിച്ച അതേ ഷോർട്ട് കട്ട് ഫോർമുല അത് നമുക്ക് ഈ ഒരു സെഷനിൽ തന്നെ 2 വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് നിങ്ങൾക്കറിയാം 30ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഉറപ്പായിട്ട് ഇത് ഇനിയും റിപ്പീറ്റ് ആവും, ഒരു 3-4 തവണയെങ്കിലും ഇനിയും റിപ്പീറ്റ് ആവും. സോ ഈ ഒരു ഫോർമുല മറന്നുപോലെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മറന്നുപോലെ. ആൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ കമ്പനി ഓൾ എംപ്ലോയീസ് ആർ ഗെറ്റിംഗ് ഈക്വൽ വേജസ്. If the number of employees is increased by 20% and their wages per head are decreased by 18%, what is the percentage decrease in total wages എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എംപ്ലോയീസിനെ കമ്പയർ ചെയ്യാം, നേരത്തെ ഉള്ളതും ഇപ്പോൾ ഉള്ളതും വെച്ച്. നേരത്തെ വിചാരിച്ചു 100 ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. എന്താ സംഭവിക്കുന്നത്, ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻക്രീസ്ഡ് ബൈ 20%. എംപ്ലോയീസിനെ 20% ഇൻക്രീസ് ചെയ്യുക. അപ്പം 100 ഉണ്ടായിരുന്നത് നമ്മൾ 20% കൂട്ടുവാണെങ്കിൽ നിങ്ങൾക്കറിയാം 100ന്റെ 20% എത്രയാണ്, 20 നമ്മൾ എപ്പോഴും 100 എടുത്തങ്ങ് ചെയ്താൽ മതി. ബേസ് വാല്യൂ 100 ആയതുകൊണ്ട്, അല്ലെങ്കിൽ 100 ബേസ് വെച്ചോണ്ട്, നമ്മുടെ യൂഷ്വലി എല്ലാം പെർസെൻറ്റേജ് പറയുന്നുണ്ട്, നമുക്ക് 100 വെച്ചങ്ങ് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 120 ആവും. ഇപ്പം എംപ്ലോയീസ് 100 ഉണ്ടായിരുന്ന കൂടി 120 ആയി. പക്ഷേ ഇനി വേജസിൽ എന്താ സംഭവിക്കുന്നത്, വേജസ് വിചാരിച്ചോ 100% ആയിരുന്നു വേജസ് ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 100 ആയിരുന്നു എന്ന് വിചാരിച്ചു. ഇനി അതിൽ എന്ത് സംഭവിക്കുന്നു, ഡിക്രീസ് ബൈ 18%, 18% കുറയുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 100ന്റെ 18% എന്ന് പറയുമ്പോൾ 18 തന്നെ ആയിരിക്കും. കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, നമുക്കത് 82 എന്ന് വരും. 100ന്ന് 18 കുറഞ്ഞ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേരത്തെ സാലറിയും ഇപ്പോഴത്തെ സാലറിയും അല്ലെങ്കിൽ വേജസും തമ്മിൽ വന്ന വേരിയേഷൻ എത്രയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നേരത്തെ 100 പേര്, ഓരോ ആൾക്കും 100 വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ മൊത്തം കൊടുത്തുകൊണ്ടിരുന്നത് എത്ര ആയിരിക്കും, 10,000 ആയിരിക്കും കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 120 × 82, 120 × 82 എന്ന് പറയുമ്പോൾ നമുക്കത് 820യും 164ഉം നമുക്കത് 984 എന്ന് വരും. അതെ, 984ഉം പിന്നെ 0 9840. അപ്പോൾ നേരത്തെ 10,000 rupees ആണ് ചിലവായിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പം 984 ആണ് ചിലവാകുന്നത്. നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത് അതിൽ വന്ന ആ ഒരു ഡിക്രീസ് എത്ര, വേജസിൽ വന്ന ഡിക്രീസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ വേജസ് ആണ് ഇതെന്ന് പറയുന്നത്. എംപ്ലോയി ഇൻറ്റു വേജസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ടോട്ടൽ വേജസ് എത്രയാണെന്ന് കിട്ടുന്നത്. ഇപ്പം നമുക്ക് 100 പേരുണ്ട്, 100 പേർക്ക് 100 വെച്ചാണ് കൊടുക്കുന്നത്, 10,000 വരും. ഇപ്പം 120 പേരുണ്ട്, ഒരാൾക്ക് 82 രൂപ വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ 9840 വരും. അപ്പോൾ 82 രൂപയല്ല കൊടുക്കുന്നത്, പക്ഷെ നമ്മൾ റേഷ്യോ പോലെ എടുത്തങ്ങ് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇത് കുറച്ചുകൂടി പെട്ടെന്ന് എടുക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് 0 സെക്കൻഡ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന വേജസിലുള്ള ഡിഫറൻസ് ചെക്ക് ചെയ്ത് അത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, ഡിക്രീസ് ചെക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 16ന്റെ വ്യത്യാസമാണ് വന്നേക്കുന്നത്. ആ സീറോസ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇനിയും ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇനിയും ക്യാൻസൽ ചെയ്യാം. പക്ഷെ തൽക്കാലം നമുക്ക് കുഴപ്പമില്ല, അതിനെ 1000 എന്ന് കീപ്പ് ചെയ്യുന്നതായിരിക്കും എളുപ്പം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ 16 നിന്ന് എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ 16 എവിടെ നിന്നാണ് കുറയുന്നത്, ആ 1000 നിന്ന് നമ്മൾ 0 ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് 1000 എടുക്കുന്നത്. ഇല്ലെങ്കിൽ 160ഉം 10,000 എടുക്കേണ്ടി വന്നേനെ. ഇൻറ്റു പെർസെൻറ്റേജ് ആയതുകൊണ്ട് 100. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 0യും ക്യാൻസൽ ചെയ്യാം. 16/10 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് 1.6 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചേക്കുന്ന ആൻസർ എത്ര വരും, 1.6% എന്ന് നമുക്ക് ആൻസർ വരും. അപ്പം 1.6% ഡിക്രീസ് ആണ് നമുക്ക് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മുടെ മൊത്തം 30 ക്വസ്റ്റൻ ഉണ്ട്, അതിൽ 6 ക്വസ്റ്റൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഇതേപോലെ നമുക്ക് അടുത്ത ഒരു 4 സെഷൻ കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് പെർസെൻറ്റേജിന്റെ ക്വസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻസ് ഒക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച ടൈപ്പ് ഏതൊക്കെയാണെന്ന് ഉള്ളതൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസിനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള സെഷൻസ് നമ്മൾ ഡേ ബൈ ഡേ LOC ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ക്ലിയർ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പറയുന്ന ടെലിഗ്രാം ചാനലോ വാട്സ്ആപ്പ് ചാനലോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അവിടെ നിന്ന് ക്ലിയർ അപ്ഡേറ്റ്സ് കിട്ടാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ആ ചാനലിൻ്റെ ലിങ്ക് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് അതൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് ആ ചാനലിലേക്ക്. അപ്പോൾ ലിങ്ക് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും വീഡിയോസ് വരുമ്പോൾ തന്നെ അതിലേക്ക് അപ്ഡേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് എടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അത് മിസ്സാവത്തില്ല. ആൻഡ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് വീഡിയോസ് വരുന്ന സമയത്തായാലും ആ ഒരു അപ്ഡേറ്റ്സ് കിട്ടി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെയും ഡെഫിനറ്റ്ലി ഷെയർ ചെയ്ത് കൊടുക്കുക. SSC CGL എക്സാമിനായാലും SSCയുടെ ബാക്കിയുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആയാലും പോലും, ഈവൻ റെയിൽവേ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരായാലും അവർക്കും ഇതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർക്കും അത് അയച്ചു കൊടുക്കുക. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഈ ഒരു CGLന്റെ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ പഠിക്കാൻ കിട്ടിയെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസ് ആയാലും നിങ്ങളുടെ മോട്ടിവേഷൻസ് ഒക്കെ ആയാലും നിങ്ങളത് കമൻറ്റിൽ പറയുക. സോ ദാറ്റ് എനിക്ക് അതിനെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി, നിങ്ങളുടെ സജഷൻസ് ഒക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയൊക്കെ അത് എനിക്കും ഹെൽപ്പ് ചെയ്യും. മുമ്പിലോട്ടുള്ള സെഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ അതും നിങ്ങൾ ഡെഫിനറ്റ്ലി എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഐ ഹോപ്പ് ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത സെഷൻ തൊട്ട് ഇനി വളരെ പെട്ടെന്ന് വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇനി വരുന്ന സെഷനിൽ നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.